എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ആർട്സ്, സ്പോർട്സ് അതുപോലെ തന്നെ ലിറ്ററേച്ചറിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആർട്സ് ഫോം ഓഫ് കേരള. കേരളത്തിൻ്റെ കലകളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ കലകളെപ്പറ്റി പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കഥകളിയെ പറ്റിയാണ്. കഥകളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കഥകളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമയാണ്. ഇത് എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് കഥകളി കളിക്കുന്നത്? മഹാഭാരതയും അതുപോലെ തന്നെ രാമായണത്തിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് കഥകളി അരങ്ങേറുന്നത്. അടുത്തതാണ് മോഹിനിയാട്ടം. ഒരു കേരളത്തിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ വുമൺ, ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, നോൺ ആസ് ദ ഡാൻസ് ഓഫ് എൻചാൻട്രസ് എന്നറിയപ്പെടുന്നതാണ് മോഹിനിയാട്ടം. ഇത് കർണാട്ടിക് സ്റ്റൈലിലുള്ള മ്യൂസിക് വെച്ചിട്ടാണ് മോഹിനിയാട്ടം കളിക്കുന്നത്. അടുത്ത കേരളത്തിൻ്റെ മറ്റൊരു കലാരൂപമാണ് തെയ്യം. എ റിച്വലിസ്റ്റിക് ഡാൻസ് ഫോം പെർഫോംഡ് മെയിൻലി ഇൻ മലബാർ റീജിയൻ. കേരളത്തിൻ്റെ വടക്ക്, അതായത് മലബാർ റീജിയനിലാണ് കൂടുതലും തെയ്യം അരങ്ങേറുന്നത്. ഇൻവോൾവ് എലാബറേറ്റ് ഫേസ് പെയിൻറ്റിങ്, ഹെഡ് ഗിയർ ആൻഡ് കോസ്റ്റ്യൂംസ്. ഇറ്റ് ഈസ് സീൻ ആസ് എ ഫോം ഓഫ് വേർഷിപ്പ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കൂടിയാട്ടത്തെ പറ്റിയാണ്. കൂടിയാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് തിയേറ്റർ ഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള പഴയ തിയേറ്റർ ഫോമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കൂടിയാട്ടം. ഇറ്റ് ഈസ് എ സംസ്കൃത് തിയേറ്റർ ഫോം ട്രഡീഷണലി പെർഫോംഡ് ഇൻ ടെമ്പിൾസ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് ഒപ്പനയെ പറ്റിയാണ്. ഒപ്പനയെ പറ്റി പഠിക്കാം. ഇതെന്ന് പറയുന്ന ഒരു പോപ്പുലർ മുസ്ലിം ഫോൾക്ക് ഡാൻസ് ആണ്. എവിടെയാണ്? മലബാർ റീജിയനിലാണ് ഇത് അരങ്ങേറുന്നത്. ഇറ്റ് ഇൻവോൾവ് റിതമിക് ക്ലാപ്പിംഗ് ആൻഡ് സിംഗിങ്. ക്ലാപ്പിങ്ങും അതുപോലെ തന്നെ പാട്ട്, സിംഗിങ്ങും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഒപ്പന എന്ന് പറയുന്നത്. അടുത്താണ് ചവിട്ട് നാടകം. ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഒരു കലാരൂപമാണ്. ക്രിസ്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോമാണ്. എന്താണ്? യൂറോപ്യൻ ഓപ്പറയുമായിട്ട് സാമ്യം ഉണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി യൂറോപ്യൻ ഓപ്പറയാണ്. നോൺ ഫോർ ഇറ്റ്സ് സ്റ്റാമ്പിംഗ് മൂവ്മെൻറ്റ്, ചവിട്ട്, എലാബറേറ്റ് കോസ്റ്റ്യൂംസ് ആൻഡ് റിലീജിയസ് തീംസ്. ഓക്കെ, അടുത്താണ് തുള്ളൽ. ആരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? കുഞ്ചൻ നമ്പ്യാരാണ്, നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് എ സറ്റൈറിക്കൽ ആൻഡ് ഓഫൺ മോക്ക് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഹിപ്പോക്രസി. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളലിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിഞ്ഞു വെക്കുക. ഓട്ടം തുള്ളലുണ്ട്, ശീതങ്ങൻ തുള്ളലുണ്ട്, പറയൻ തുള്ളലുണ്ട്. അങ്ങനെ 3 വിധത്തിലുള്ള തുള്ളൽ ഫോമുകളാണ് ഉള്ളത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള. കേരളത്തിനുള്ള പ്രധാനപ്പെട്ട കായിക താരങ്ങളെപ്പറ്റി പഠിക്കാം. കേരളം ഒട്ടനവധി അത്ലറ്റുകളെയും അതുപോലെ തന്നെ കായിക താരങ്ങളുമൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇൻ്റർനാഷണലിയും അതുപോലെ തന്നെ നാഷണലിയും ഫേമസ് ആയിട്ടുള്ള ധാരാളം സ്പോർട്സ് പേഴ്സൺസ് കേരളത്തിൽ നിന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് PT ഉഷേനെ പറ്റിയാണ്. PT ഉഷേനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. PT ഉഷ അറിയപ്പെടുന്നത് പയ്യോളി എക്സ്പ്രസ് എന്നാണ്. ഇന്ത്യയിലെ ഗ്രേറ്റസ്റ്റ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റാണ് PT ഉഷ. ഒട്ടനവധി മെഡലുകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടാൻ വേണ്ടിയിട്ട് PT ഉഷയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. 1984 ഒളിമ്പിക്സിൽ ലോസ് ആഞ്ചൽസിലെ ഒളിമ്പിക്സിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു.
സെക്കൻഡിൻ്റെ 100ൽ 1 അംശത്തിൽ ആണ് PT ഉഷയ്ക്ക് മെഡൽ നഷ്ടമായത്. അടുത്താണ് TC യോഹനാൻ, എ ലെജൻഡറി ലോങ് ജമ്പർ. ലോങ് ജമ്പാണ് TC യോഹനാൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം. ഏഷ്യൻ റെക്കോർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് 1974. അടുത്തതും ഒരു ലോങ് ജമ്പറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയ അഞ്ജു ബോബി ജോർജാണ് അടുത്ത താരം. അഞ്ജു ബോബി ജോർജിന് അർജുന അവാർഡും അതുപോലെ തന്നെ പത്മശ്രീയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് റീസെൻ്റ്ലി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിത്തന്ന നമ്മുടെ ശ്രീജേഷ് PR. അദ്ദേഹം ഇന്ത്യൻ ഹോക്കി പ്ലെയറാണ്, ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറാണ്, അതുപോലെ തന്നെ ക്യാപ്റ്റനുമായിരുന്നു. ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 അദ്ദേഹം ബ്രോൺസ് മെഡൽ നമുക്ക് നേടിത്തന്നു. അതുപോലെ തന്നെ 2024 ഒളിമ്പിക്സിൽ നമുക്ക് ബ്രോൺസ് മെഡൽ അദ്ദേഹം നേടിത്തന്നു. അപ്പോൾ 2 ബ്രോൺസ് മെഡലുകൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിത്തന്നിട്ടുണ്ട്. അടുത്താണ് ഷൈനി വിൽസൺ, ആൻ അക്കംപ്ലിഷ്ഡ് മിഡിൽ ഡിസ്റ്റൻസ് റണ്ണറാണ് ഷൈനി വിൽസൺ. റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ മൾട്ടിപ്പിൾ ഏഷ്യൻ ഗെയിംസ് ആൻഡ് ഒളിമ്പിക്സിലും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലുമൊക്കെ ഷൈനി വിൽസൺ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അർജുന അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത നമുക്കറിയാമല്ലോ സഞ്ജു സാംസൺ. കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്ന് തന്നെ പറയാം സഞ്ജു സാംസൺ. അദ്ദേഹത്തിന് 2024 T20 ക്രിക്കറ്റിൽ 3 സെഞ്ചുറികൾ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് വേൾഡ് റെക്കോർഡാണ്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സെഞ്ചുറികൾ നേടുന്ന 2020 ഫോർമാറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ കളിക്കാരനാണ് സഞ്ജു സാംസൺ. ഒരു പ്രോമിനൻറ്റ് ക്രിക്കറ്ററാണ് അദ്ദേഹം. IPLലാണ് അദ്ദേഹം കൂടുതൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീമിൽ ഈ അടുത്താണ് കൂടുതലായിട്ട് അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത്. ലഭിച്ച അവസരങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ സെഞ്ചുറികൾ റണ്ണും വാരിക്കൂട്ടുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് ആൻഡ് ഫേമസ് ട്രോഫീസ് ഇൻ കേരള സ്പോർട്സ് ആൻഡ് ആർട്സ്. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട അവാർഡുകൾ സ്പോർട്സിൻ്റെയും ഉള്ള ആർട്സിൻ്റെയുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ നോക്കാം. GV രാജ അവാർഡാണ് ആദ്യം പഠിക്കുന്നത്. കേരള ഹയസ്റ്റ് സ്പോർട്സ് ഓണറാണ് GV രാജ അവാർഡ് എന്ന് പറയുന്നത്. ഗിവൺ ഫോർ ദി എക്സലൻസ് ഇൻ സ്പോർട്സ്. അടുത്താണ് വള്ളത്തോൾ അവാർഡ്. ഇതൊരു ലിറ്റററി അവാർഡാണ്. മലയാളത്തിലെ ലിറ്റററി അവാർഡാണ് വള്ളത്തോൾ അവാർഡ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് റീസെൻ്റായിട്ട് വള്ളത്തോൾ അവാർഡ് ലഭിച്ചതെന്ന് കമൻറ്റ് ബോക്സിൽ കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. റെക്കഗ്നൈസ് എക്സലൻസ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇൻക്ലൂഡിംഗ് ബെസ്റ്റ് ആക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ആൻഡ് ഫിലിംസ്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കേരള ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉയർന്ന ലിറ്റററി അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത ജ്ഞാനപീഠം അവാർഡ്. പ്രസ്റ്റീജിയസ് ലിറ്റററി അവാർഡ് ഓഫൺ റിസീവ്ഡ് ബൈ ദി മലയാളം റൈറ്റേഴ്സ്. മലയാളം റൈറ്റേഴ്സിന് ലഭിക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലിറ്റററി അവാർഡാണ് ജ്ഞാനപീഠം അവാർഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട ലിറ്റററി മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് ഭക്തി മൂവ്മെൻറ്റ്, എ റിലീജിയസ് ആൻഡ് ലിറ്റററി മൂവ്മെൻറ്റ് ഫോക്കസിങ് ഓൺ ഡിവോഷൻ. പോയറ്റ് ലൈക്ക് എഴുത്തച്ഛൻ, ദ ഫോമർ മലയാളം ലിറ്ററേച്ചർ ഫാദർ ഓഫ് മലയാളം ലിറ്ററേച്ചർ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ ഭക്തി പ്രസ്ഥാനത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അടുത്ത റിനൈസൻസ് ലിറ്ററേച്ചർ 19 മുതൽ 20ാം സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഉള്ളത്. കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ ഇവരൊക്കെ റിനൈസൻസ് ലിറ്ററേച്ചറിൽ സംഭാവന ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അടുത്താണ് മോഡേണിസം. പുതിയ 1940-1970 കാലഘട്ടമാണ് മോഡേണിസം എന്ന് പറയുന്നത്. ഫോക്കസിങ് ഓൺ ദ തീംസ് ഓഫ് ഇൻഡിവിജ്വലിസം ആൻഡ്
നോട്ടബിൾ റൈറ്റേഴ്സ് ഇൻക്ലൂഡ് ഒ വി വിജയൻ, എം ടി വാസുദേവൻ നായർ ആൻഡ് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ മോഡേണിസത്തിൽ വരുന്ന എഴുത്തുകാരാണ്. അടുത്ത പോസ്റ്റ് മോഡേൺ എറ, അതായത് 1980 ശേഷം 1980 മുതൽ ഇതുവരെ പ്രസൻറ്റ് വരെ, അതായത് 2024 വരെ. ഫോക്കസസ് ഓൺ ഡൈവേഴ്സ് തീംസ് ഇൻക്ലൂഡിങ് ഫെമിനിസം, കാസ്റ്റ് ഇഷ്യൂസ്, റീജിയണൽ ഐഡൻറ്റിറ്റി. ഇപ്പോൾ എക്സാമ്പിൾസാണ് സാറ ജോസഫ്, എം മുകുന്ദൻ, കെ ആർ മീര. ഇവരൊക്കെ പോസ്റ്റ് മോഡേൺ എറയിൽ വരുന്നവരാണ്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. വിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് കേരള ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഒരു കാര്യമാണ് അല്ലേ. ഏതാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ ഉൾപ്പെട്ട കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോം? മോഹിനിയാട്ടം, കഥകളി, കൂടിയാട്ടം, തുള്ളൽ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൂടിയാട്ടമാണ്. അടുത്തത് ഹു ഈസ് നോൺ ആസ് പയ്യോളി എക്സ്പ്രസ്? പയ്യോളി എക്സ്പ്രസ് എന്നാരാണ് അറിയപ്പെടുന്നത്? നമ്മളിപ്പോൾ പഠിച്ചതാണ്. അഞ്ജു ബോബി ജോർജ്, പി ടി ഉഷ, ഷൈനി വിൽസൺ, സഞ്ജു സാംസൺ. ആരാണ്? പി ടി ഉഷയാണ് അല്ലേ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നതാണ് പി ടി ഉഷ. അടുത്ത ചോദ്യം, ദ ഫേമസ് മലയാളം പോയറ്റ് നോൺ ആസ് ദ ഫാദർ ഓഫ് മലയാളം ലിറ്ററേച്ചർ? ആരാണ്? നമ്മളിപ്പോൾ പഠിച്ചതാണ്. കുമാരനാശാനാണോ, എഴുത്തച്ഛനാണോ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണോ, വള്ളത്തോൾ നാരായണ മേനോനാണോ? ആരാണ് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, വിച്ച് അവാർഡ് ഗിവൺ ഫോർ ദ കോൺട്രിബ്യൂഷൻ ടു മലയാളം ലിറ്ററേച്ചർ ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള? കേരള ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതെന്നാണ് നമ്മൾ പഠിച്ചത്? അർജുന അവാർഡാണോ? ലിറ്ററേച്ചർ അവാർഡാണേ. ജി വി രാജ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ. ആൻസർ ഏതാണ് വരുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം. നെക്സ്റ്റ് വൺ, ഒപ്പന ഈസ് ദ പോപ്പുലർ ഫോൾക്ക് ഡാൻസ് ഫോം പെർഫോംഡ് ഡ്യൂറിങ്? ഒപ്പന എപ്പോഴാണ് കളിക്കുന്നത്? ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണോ, വിളവെടുപ്പിനാണോ, അതോ ഹിന്ദു റിലീജിയസ് റിച്വൽസിലാണോ, മുസ്ലിം വെഡ്ഡിങ്സിലാണോ, ക്രിസ്ത്യൻ ഫീറ്റ്സിലാണോ? എപ്പോഴാണ് ഒപ്പന കളിക്കുന്നത്? മുസ്ലിം വെഡ്ഡിങ്സിലാണ് അല്ലേ ഒപ്പന കളിക്കുന്നത്. അടുത്തത്, വിച്ച് കേരള അത്ലറ്റ് വോൺ എ ബ്രോൺസ് മെഡൽ അറ്റ് 2003 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്? 2003 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയ അത്ലറ്റ് ആരാണെന്നാണ് ചോദ്യം. പി ടി ഉഷ, ടി സി യോഹന്നാൻ, അഞ്ജു ബോബി ജോർജ്, ഷൈനി വിൽസൺ. ആരാണ് ശരി ഉത്തരം? അഞ്ജു ബോബി ജോർജ് ആണല്ലേ. 2003 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയത് 2003 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയതാണ് അഞ്ജു ബോബി ജോർജ്. അടുത്ത ചോദ്യം, തെയ്യം ഈസ് എ റിച്വലിസ്റ്റിക് ആർട്ട് ഫോം അസോസിയേറ്റഡ് വിത്ത് വിച്ച് റീജിയൻ ഓഫ് കേരള? ഏത് റീജിയനുമായിട്ടാണ് തെയ്യം കണക്ട് ചെയ്തിരിക്കുന്നത്, അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? മലബാർ, ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് പാലക്കാട്. ഏതാണ് ശരി ഉത്തരം? പറയുക. മലബാറാണ് അല്ലേ. നോർത്തേൺ കേരള, മലബാർ റീജിയനിലാണ് തെയ്യം ആർട്ട് ഫോം പെർഫോം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജ്ഞാനപീഠം അവാർഡ് ഈസ് ഗിവൺ ഇൻ ദ ഫീൽഡ് ഓഫ്? ഏത് ഫീൽഡിലാണ് ജ്ഞാനപീഠം അവാർഡ് കൊടുക്കുന്നത്? സ്പോർട്സ് ആണോ? അല്ല. സിനിമയാണോ? അല്ല. ലിറ്ററേച്ചർ, സയൻസും അല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലിറ്ററേച്ചർ ഫീൽഡിലാണ് ജ്ഞാനപീഠം അവാർഡ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ചവിട്ട് നാടകം ഈസ് എ ക്ലാസിക്കൽ ആർട്സ് ഫോം പ്രൈമർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ? ചവിട്ട് നാടകം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാണ് കേരളത്തിൽ വന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ആണോ? അല്ല. യൂറോപ്യൻ ഓപ്പറയാണോ? അതെ. ബുദ്ധിസ്റ്റ് ചാൻറ്റ് ആണോ? അല്ല. ട്രൈബൽ ഫോൾക്കാണോ? അല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. യൂറോപ്യൻ ഓപ്പറയെ ബേസ് ചെയ്താണ് ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിച്ചത്. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, ഹൂ ഈസ് നോൺ ഫോർ ദ ക്രിയേഷൻ ഓഫ് ദ സോളോ പെർഫോമൻസ് ആർട്ട് തുള്ളൽ? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഏതാണ്? കുഞ്ചൻ നമ്പ്യാറാണ് അല്ലേ. കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ടോപ്പിക് വൈസ് ക്ലാസ്സും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള MCQ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ
ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ആദ്യം നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കും, പിന്നീട് മെയിൻസിന് വേണ്ടിയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. താങ്ക്